അപ്പോൾ നമുക്കിന്ന് ലഞ്ച് ഉണ്ടാക്കാം. ഇന്നത്തെ ലഞ്ച് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങ വറുത്ത് അരച്ചുണ്ടാക്കിയ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും. അപ്പോൾ നമുക്ക് നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും ഉണ്ടാക്കാം. തേങ്ങ പൊട്ടിക്കണം. എൻ്റെ തേങ്ങ പൊട്ടിക്കുന്ന ടൂൾ ഇതാണ്. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇവിടെ ഇന്നത്തോട്ടിടുവാണ്. തേങ്ങ നല്ല ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ അരപ്പിലുള്ള സംഭവം റെഡി. ഇതൊന്ന് തണുക്കട്ടെ. നമുക്ക് കുറച്ച് ഓണിയൻസ് നെയ്ച്ചോറിനും കൂടെ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം അതിനുള്ളത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കറിക്കുള്ളത് വഴറ്റാം. ഓക്കെ. ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. 2 കപ്പ് കൈമ റൈസ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വറുത്തായിരിക്കത്തോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചേക്കുന്നത്. റൈസ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം ആ രീതിയിൽ. ഇനി നമുക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ്. അപ്പോഴേക്കും നമ്മുടെ ഈ റൈസ് റെഡിയാവും. ഓക്കെ. ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാനായിട്ട്. എങ്കിലേ റൈസിലും കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് പിന്നെ ഈ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി.